ഷാഫി ചാലിയം, ഇന്നലെ LDF UDF MP-മാർ ഒരുമിച്ചാണല്ലോ അമിത്ഷായെ കണ്ടത്. അതിനുള്ള മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. 3.5 മാസം വൈകിട്ടാണ് ഇവിടെ പൂർണ്ണമായ നിവേദനം ലഭിച്ചിട്ടുള്ളത് എന്നാണ് അമിത്ഷായുടെ മറുപടി. ഇനിയിപ്പോൾ ആ മെമ്മോറാണ്ടം ലഭിച്ചതിനെ അടിസ്ഥാനമാക്കി സമയമെടുത്തൊക്കെ ആലോചിച്ച് കമ്മിറ്റി യോഗം ചേർന്ന ശേഷം പണം തരില്ല എന്ന് പറയുന്നില്ല, തരുന്നത് എത്രയാണോ അതങ്ങ് വാങ്ങിക്കൊള്ളുക. ഇതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. നാളെ പക്ഷേ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കിട്ടേണ്ട തുക കൃത്യമായി ഹൈക്കോടതിയെ അറിയിക്കണം, കേന്ദ്രവും അറിയിക്കണം എത്ര തുക കൊടുക്കും എന്ന്. അപ്പോൾ കോടതി വഴിയേ ഈ വ്യക്തത വരികയുള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ എന്തു മനസ്സിലാക്കണം ഇരു സംസ്ഥാനങ്ങളുടെയും സമീപനത്തിൽ നിന്നും? ശ്രീ ഷാഫി ചാലിയം. നാളെ ഹൈക്കോടതിയുടെ വിധിയെ നമ്മളെല്ലാവരും ഉറ്റുനോക്കുകയാണ്. കാരണം കോടതി തന്നെയാണല്ലോ പ്രതീക്ഷ. അപ്പോൾ തീർച്ചയായും നാളെ നിർണായകമായ ഒരു ദിവസമാണ്. പിന്നെ ആഭ്യന്തരമന്ത്രി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ MP-മാർ കൊടുത്ത ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മറുപടി പറയും എന്നൊക്കെ പറഞ്ഞെങ്കിലും നിരാശാജനകമാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ഇവിടെ BJP-യുടെ സുഹൃത്ത് പറഞ്ഞു, ഈ STR ഫണ്ടിൽ നിന്നെടുത്തു എവിടെയും കൊടുത്തോട്ടെ. എവിടെയും കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എത്ര കൊടുക്കാവൂ എന്നതാണ് സ്മൃതി പറഞ്ഞത്. അതൊരു മാനദണ്ഡം വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ മാനദണ്ഡപ്രകാരം കൊടുക്കാൻ കഴിയുന്ന തുക കൊണ്ട് കേരളത്തിൽ വീടുണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ഇതൊക്കെ പോട്ടെ, കേന്ദ്രത്തിൽ നിന്ന് എന്ത് നാം പ്രതീക്ഷിക്കണം? വാക്ക് പറഞ്ഞാൽ വാക്ക് നിറവേറ്റണ്ടേ ഭരണാധികാരികൾ? എന്താണ് നരേന്ദ്രമോദിജി വയനാട്ടിൽ വന്ന് പറഞ്ഞത്? എന്തായിരുന്നു അദ്ദേഹം വന്ന ഒരു രംഗം? സത്യം പറയുകയാണ്, പ്രധാനമന്ത്രി അവിടെ വന്ന് എല്ലായിടത്തും കണ്ട് ആ ദുരിത ക്യാമ്പിൽ അനുഭവിക്കുന്ന കൊച്ചു കുട്ടികളുമായി എത്രയോ സമയം എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് തങ്ങളുടെ ഒരു വല്യച്ഛനോ ഉപ്പാപ്പയാണെന്നുള്ള ധാരണയിൽ ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തിനെ തടവിയപ്പോൾ ആ തടവിക്കോട്ടെ കുഞ്ഞുങ്ങൾക്ക് സത്യം പറയുക ഒരു ഹൃദയഭേദകമായ കാഴ്ച. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഒരു മനസ്സ് വല്ലാതെ പ്രതീക്ഷിച്ചു വയനാട്ടുകാർ, ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ നരേന്ദ്രമോദി ആ കുഞ്ഞിനെ ലാളിക്കുന്ന വീഡിയോ ഞാൻ വരെ ഷെയർ ചെയ്തു. പല തീവ്രവാദികളും താഴെ വന്ന് എന്തെല്ലാമോ തെമ്മാടി നമ്മളോട് പറഞ്ഞു. അപ്പോഴും നമ്മളെ പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ രാഷ്ട്രീയമല്ല, ഇപ്പോൾ ഒന്നുമല്ല, ഒരു നാടിനെ റീഹാബിലിറ്റ് ചെയ്യലാണ്. മാത്രമല്ല പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്ക് വളരെ ഹൃദയസ്പർശിയായ വാക്കാണ്. അതായത് വയനാടിനെ റീഹാബിലിറ്റ് ചെയ്യാൻ പണം ഒരു തടസ്സമാവില്ല. നിങ്ങൾ റിപ്പോർട്ടർ ചാനലൊക്കെ അത് എഴുതി കാണിച്ചത് എത്ര മണിക്കൂറാണെന്ന് പറയും. വല്ലാത്തൊരു വാക്കാണത്. വയനാടിൻ്റെ ദുരിതമകറ്റാൻ പണം എന്നത് തടസ്സമായില്ല. കഴിഞ്ഞ 4 മാസമായി സ്മൃതി എന്താ സ്ഥിതി? എന്താ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇത് പറഞ്ഞ പ്രധാനമന്ത്രി പിന്നീട് വായ തുറന്നോ? താൻ കണ്ട കാഴ്ചകൾ, ആ കുട്ടികളെ തലോടിയത്, താൻ പറഞ്ഞ വാക്കുകളെക്കുറിച്ച് എന്തെങ്കിലും സഹായമുണ്ടോ? ഞങ്ങൾ ഈ രാജ്യത്ത് GST തരുന്നവരല്ലേ കേരളവും. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സംസ്ഥാന സർക്കാരിനോടൊക്കെ പരമാവധി സഹകരിച്ചവരാണ് ഞങ്ങൾ. കാരണം ദുരന്തമുഖത്ത് ഞങ്ങളൊരു രീതി അതാണ്. ഇപ്പം താന്നൂര് ദുരന്തം ഉണ്ടായി, പല വിമർശനങ്ങളും നേരിട്ടു. പക്ഷേ സർക്കാരിനോടൊപ്പം പാണക്കാട് തങ്ങളും ലീഗിൻ്റെ നേതാക്കന്മാരും ഒരുമിച്ചു. എന്നാൽ പിന്നീട് സർക്കാർ എന്ത് ചെയ്തു? അവിടെ താന്നൂര് കൊടുത്ത വാഗ്ദാനമൊക്കെ പിറകോട്ട് പോയി. വയനാട് തന്നെ പുത്തുമലയിൽ എന്തെല്ലാം വാഗ്ദാനം കൊടുത്തു? എന്തെങ്കിലും നടന്നോ? 4 മാസമായി സ്തംഭിച്ച് നിൽക്കുകയാണ് വയനാട്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ സെപ്റ്റംബർ 30-നകം ലാൻഡ് എന്തായിരിക്കും? കണ്ടെത്തിയിരിക്കും, തന്നിരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞതാണ് റവന്യൂ മന്ത്രി. ഇപ്പം എന്താ പറയണത്? ഞങ്ങൾ കോടതി ഇടപെട്ടു. എന്ത് ചെയ്യാനാണ്? അതെന്താ ചെയ്യേണ്ടത്? ഒരു ലാൻഡ് പോയി പെട്ടെന്നാണ്ട് ഒരു ഉത്തരവിലൂടെ ഏറ്റെടുക്കാനോ വേണ്ടത്? ആ ലാൻഡിൻ്റെ ഉടമസ്ഥരുമായി നെഗോഷ്യേറ്റ് ചെയ്യണം, സംസാരിക്കണം, അവർക്ക് ആവശ്യമായ രീതിയിലുള്ള വില കൊടുക്കണം. പക്ഷെ അത്തരം ചർച്ചകളൊന്നും നടത്താതെ പ്രഹസനമായ രീതിയിൽ അവിടെ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യുക? പോയി കോടതി പോയിക്കുമെന്ന് പറയാം. അവർ കോടതി പോയി, സ്വാഭാവികമായും കോടതി സ്റ്റേ കിട്ടി. ഇപ്പോൾ കോടതിയെ പഴി പറഞ്ഞിരിക്കുകയാണ്. ഇതാണോ ന്യായം? 4 മാസം എന്തെല്ലാം പ്രഖ്യാപിച്ചു? അവിടെ ദിവസേന അവർക്ക് ജീവിക്കാനുള്ള 300 രൂപ കൊടുക്കും. എത്ര കിട്ടി? 2 മാസമായി ഒന്നും കിട്ടുന്നില്ല. വാടക വീടെടുത്ത് താമസിച്ചോളാൻ പറഞ്ഞു. വാടക ഞങ്ങൾ തരാം. 2 മാസമായി വാടകയില്ല. ഇന്നലെ നിങ്ങളെ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ നയിച്ച ചർച്ചയിൽ ഞങ്ങളെ പ്രതിനിധി PK ഫിറോസ് ഇതേ കാര്യം പറഞ്ഞു. അവിടെ വാടകയും കിട്ടുന്നില്ല, സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ല,
സർക്കാർ പ്രഖ്യാപിച്ചത് ഒന്നും കിട്ടുന്നില്ല, അന്നം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ കിട്ടാത്തത്? അപ്പുറത്ത് അഡ്വക്കേറ്റ് അരുൺകുമാർ CPM പ്രതിനിധി വെല്ലുവിളിച്ചു. ആർക്കാ കിട്ടാത്തത്? ഒരാളെ പേര് പറയുകയാണ്. ഫിറോസ് പേര് പറഞ്ഞു, ഒരു സൈനബിൻ്റെ പേര്. അവരെ നമ്പറുണ്ടോ ചോദിച്ചു. നമ്പറുണ്ട്, ഇപ്പോൾ വിളിക്കുന്നതാണ്. നിങ്ങൾ സൗകര്യമായിട്ട് വിളിച്ചോളൂ. അല്ല, ഇപ്പം തന്നെ വിളിക്കണമെന്നാണ്. അരുൺകുമാർ നേരിട്ട് വിളിച്ചപ്പം സൈനബ മാത്രമല്ല 16 പേര് ലൈനിൽ വന്നു. ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി അരുൺകുമാറിൻ്റെ കാര്യം തീരുമാനമായി. പിന്നെ മിണ്ടിട്ടില്ല. ജയകൃഷ്ണ മാഷ് നമ്മളെ പ്രകാശ മാഷ് അത്തരത്തിലുള്ള വിഡിത്തരങ്ങളൊന്നും ഇവിടെ പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് കേട്ടിട്ടില്ല. പക്ഷേ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഞങ്ങൾ തുടങ്ങാൻ പോവുക പണി. നമ്മൾ സർക്കാരിന് കുറേ കാലമായി കാത്തിക്കും. കാരണം ഞങ്ങൾക്കിത് ഹോൾഡ് ചെയ്യപ്പെടില്ല. ഈ പൊതുജനങ്ങൾ പലരും ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനേക്കാൾ ഞങ്ങളെ വിശ്വാസമുള്ള പലരും ഞങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ട്. ഇതും വെച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? മാത്രമല്ല, ഞങ്ങൾ കൊടുത്ത പാക്കേജ് നോക്കും നിങ്ങൾ. എല്ലാവർക്കും ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ 10,000 രൂപ വെച്ച് ആശ്വാസം കൊടുത്തു. 69 വ്യാപാരികൾക്ക് 50,000 രൂപ കൊടുത്തു. ഇന്ന് വരെ വ്യാപാര സമൂഹത്തിന് ആരെങ്കിലും 10 നയ പൈസ കൊടുത്തണം? ഓട്ടോറിക്ഷ നടത്തി കൊടുത്തു. ജീപ്പ് പോയതിന് കൊടുത്തു. ജയസൂര്യയുടെ പാർട്ടിക്കാരനാണ്. ആ ഓട്ടോറിക്ഷ കൊടുക്കുമ്പോൾ ഞാനുണ്ട് അടുത്ത്. ഒന്നും ഞങ്ങൾ നോക്കിയില്ല. പോയവർക്കൊക്കെ ഞങ്ങൾ തിരിച്ചു കൊടുത്തു. ഇനി ഞങ്ങൾക്ക് ആവശ്യം എന്താണ്? ഞങ്ങൾ ആദ്യം 10 സെൻറ്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടും. അത് എവിടെ നിർമ്മിക്കണം? സർക്കാർ എവിടെയാണോ അവിടെ എന്ത് ടൗൺഷിപ്പ് ഉണ്ടാക്കണം, അതിൻ്റെ അടുത്തേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഞങ്ങൾ ഈ 100 പേരെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ടൗൺഷിപ്പിൽ വരുന്ന ഒരുപാട് ആശുപത്രി, സ്കൂള് തുടങ്ങിയ ഒരുപാട് സംവിധാനമുണ്ട്. അത് ഞങ്ങൾ കൊടുക്കുന്ന 100 വീട്ടുകാർക്ക് ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് വന്ന് ഞങ്ങൾക്ക് ഒരു 10-15 ഏക്കർ വേണം. കാരണം ഞങ്ങളൊരു തുടക്കത്തിൽ ഒരു 100 വീടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സാങ്കേതികത്വത്തിന്റെ നൂലാമാലകളാണ്. എന്നാലും നമുക്ക് ഈ ചർച്ചയാണ് തുടരേണ്ടത്. ശ്രീ പ്രകാശ് മാഷിലേക്ക് അതിനുശേഷം പോകാം. ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്ത അനിൽകുമാറാണ് CPM പ്രതിനിധി. ഒറ്റ കാര്യം ശരി, അതെ, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ സ്മൃതി. ശരി, ഞങ്ങൾ സർക്കാരിനെ കാത്തു നിൽക്കുന്നില്ല. ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ സംഘം മൊത്തം വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഒരു ആഴ്ച 15 ദിവസത്തിനുള്ളിൽ ഞങ്ങളെ ലാൻഡിൽ ഞങ്ങളെ വാഗ്ദാനം നിറവേറ്റാൻ കാത്തിരിക്കുന്നതിന് ഒരു സമയപരിധി ഉണ്ട്. അതിന് അങ്ങേയറ്റം കഴിഞ്ഞിരിക്കുന്നു. ശരി, ഇനി വയനാടുകാരുടെ കണ്ണീര് ഞങ്ങൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.